ഇത് മല്ലിയൂർ മഹാഗണപതി ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ പ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 4 കൈകളോട് കൂടിയ വലത്തോട്ട് തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ബീജഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രപഞ്ചത്തിലെ ആദ്യ ഗണപതി സങ്കല്പം ഗം എന്ന മൂലം കൊണ്ട് പൂജിക്കുന്നതുമായ ഗണപതിയാണ് ബീജഗണപതി എന്ന് പറയുന്നത്. തുമ്പിക്കൈയിൽ മാതള നാരങ്ങയും കൈകളിൽ മഴു, കയർ, കൊമ്പ്, ലഡ്ഡു എന്നിവയുമുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ഒരു കാലത്ത് വളരെ ക്ഷയിച്ച നിലയിലായിരുന്നു. ആ കാലത്താണ് മല്ലിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ജനനവും. മഹാപണ്ഡിതനും ജ്ഞാനിയുമായിരുന്ന അദ്ദേഹത്തിന് ഒരിക്കൽ ഒരു രോഗം പിടിപെടുകയും രോഗശമനത്തിനായി അദ്ദേഹം ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം നടത്തുകയും അവിടെ വെച്ച് അദ്ദേഹത്തിന് ഭാഗവതം ലഭിക്കുകയും ചെയ്തു. അദ്ദേഹം ആ ഭാഗവതം തിരികെ മല്ലിയൂരിലേക്ക് കൊണ്ടുവരികയും ക്ഷേത്ര സന്നിധിയിൽ നിത്യവും പാരായണം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പാരായണവും വിവരണവും സമീപ പ്രദേശങ്ങളിലും പ്രശസ്തിയാർജിച്ചു. അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് പിന്നീട് ഉണ്ണിക്കണ്ണനെ മടിയിലിരുത്തി കഥ പറഞ്ഞു കൊടുക്കുന്ന ബീജഗണപതിയുടെ സങ്കല്പമായി മാറിയത്. ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് മുക്കുറ്റി കൊണ്ടുള്ള പുഷ്പാഞ്ജലി. 108 മുക്കുറ്റി വേരോടെ പറിച്ചെടുത്ത് പ്രത്യേകം തയ്യാറാക്കിയ ത്രിമധുരത്തിൽ മുക്കി അർപ്പിക്കുന്നതാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി. ദിവസവും 5 പുഷ്പാഞ്ജലികളെ ഇവിടെ സ്വീകരിക്കാറുള്ളൂ. ഇവിടുത്തെ മറ്റൊരു വിശേഷ വഴിപാടായ ഗണപതി ഹോമത്തിനു പുറമെ വിവാഹം നടക്കുന്നതിനായി പഴം മാലയും, സന്താനലബ്ധിക്കായി 12 വ്യാഴാഴ്ച പാൽപ്പായസവും, ആരോഗ്യത്തിനായി തടി വഴിപാടും നടത്തപ്പെടുന്നു. ഇവിടെ ഉപദേവതകളായി അയ്യപ്പനും ദുർഗയും അന്തിമഹാകാളനും ബ്രഹ്മരക്ഷസും കുടികൊള്ളുന്നു. ഇതിന്റെ ഒരു വശത്തായി നാഗർകാവും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന് പിറകുവശത്തായി 3 ക്ഷേത്രങ്ങൾ കൂടി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. മഹാവിഷ്ണുവും ഭദ്രകാളിയും ശ്രീ മഹാദേവനും ഇവിടെ കുടികൊള്ളുന്നു. ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഗോശാലയും സ്ഥിതി ചെയ്യുന്നു. ഭാഗവത മാഹാത്മ്യത്തിൻ്റെയും ഭക്തിയുടെയും പ്രകൃതി ഭംഗിയുടെയും സംയോജിത രൂപമായ മല്ലിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം